ഒരു വലിയ നഗരത്തിലേക്ക് മാറി താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരു സ്വന്തമായി ബിസിനസ് ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ഗ്രാമത്തിലിരുന്ന് തന്നെ നിങ്ങൾക്ക് സ്ഥിരമായി ഒരു വരുമാനം നേടാൻ സാധിക്കുമോ? നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിലും സർക്കാർ തന്നെ നിങ്ങളെ പരിശീലിപ്പിച്ച് ബിസിനസ് ആരംഭിക്കാൻ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ തയ്യാറാണോ? ഇന്ത്യൻ സർക്കാർ നടപ്പാക്കിയ ആസ്പയർ സ്കീമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആസ്പയർ സ്കീം എന്താണ്, ആർക്കൊക്കെയാണ് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നേടാൻ സാധിക്കുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ ട്രെയിനിങ്, മാർഗനിർദ്ദേശം, ബാങ്ക് ലോൺ ലഭിക്കാനുള്ള സഹായം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ പിന്തുണയോടുകൂടെ നമുക്ക് നേടാൻ സാധിക്കും. ഈ ഒരു പദ്ധതിയിലൂടെ പ്രധാനമായി ലക്ഷ്യമാക്കുന്നത് ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും താമസിക്കുന്ന യുവാക്കൾക്കും സ്ത്രീകൾക്കും സ്വന്തമായി ബിസിനസ് ആരംഭിക്കാനുള്ള ഒരവസരമാണ് ഒരുക്കുന്നത്. നമുക്കിനി ആസ്പയർ സ്കീം എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ആസ്പയർ എന്നത് എ സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് ഇന്നോവേഷൻ, റൂറൽ ഇൻഡസ്ട്രീസ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് എന്നതിന്റെ ചുരുക്കപ്പേരാണ്. ഇത് നടപ്പാക്കുന്നത് സർക്കാരിന്റെ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് മന്ത്രാലയമാണ്. ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഗ്രാമങ്ങളിലും ചെറുനഗരങ്ങളിലും താമസിക്കുന്ന യുവാക്കൾക്കും സ്ത്രീകൾക്കും തൊഴിലവസരം ഉറപ്പാക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, സ്വന്തമായി ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവരെ പരിശീലിപ്പിക്കാനും ഈ ഒരു പദ്ധതി ലക്ഷ്യമാക്കുന്നുണ്ട്. അതായത് ഈ ഒരു പദ്ധതിയിലൂടെ പ്രധാനമായി ലക്ഷ്യമാക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കുറെ പണം തന്ന് നിങ്ങൾ ബിസിനസ് ചെയ്യൂ എന്നല്ല ഈ ഒരു പദ്ധതിയിലൂടെ ബെനിഫിറ്റ് ആയി നമുക്ക് ലഭിക്കുന്നത്. പകരം ഒരു ബിസിനസ് തുടങ്ങാൻ നിങ്ങളെ പൂർണ്ണമായി തയ്യാറാക്കുന്നു. അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കീമിലൂടെ നിങ്ങൾക്ക് ബിസിനസ് ട്രെയിനിങ് ലഭിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് എങ്ങനെ ചെയ്യാം എന്നതിനുള്ള മാർഗനിർദ്ദേശം നേടാൻ സാധിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു സ്കീമിലൂടെ മെന്റർ സപ്പോർട്ടും ലഭിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ബിസിനസ് ആരംഭിക്കുമ്പോൾ പ്ലാൻ ചെയ്യുന്നത് ബാങ്ക് ലോൺ എടുക്കാനാണ്. നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലളിതമായി ബാങ്ക് ലോൺ നേടാനും സാധിക്കും. ഇനി നമുക്ക് ആസ്പയർ എന്ന സ്കീമിലൂടെ എന്തൊക്കെ സഹായങ്ങളാണ്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നേടാൻ സാധിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ആസ്പയർ സ്കീമിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയി പണം നേടാനൊന്നും സാധിക്കില്ല. പക്ഷേ നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ബിസിനസ് നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ അതിന്റെ ചിലവ് ഏകദേശം 50% മുതൽ 70% വരെ കുറഞ്ഞു കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ ഓരോ ഗുണങ്ങളും ഓരോന്നായി വിശകലനം ചെയ്യാം. ആദ്യത്തെ ഒരു ഗുണമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതാണ് ട്രെയിനിങ്. ഈ ഒരു പദ്ധതിയിലൂടെ നമുക്ക് പരിശീലനം നേടാൻ സാധിക്കും. ഒരു ബിസിനസ് തുടങ്ങാൻ ശരിയായ അറിവ് നേടേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണയായി നിങ്ങൾ ഒരു ബിസിനസ് ട്രെയിനിങ് കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 30,000 രൂപ മുതൽ 1,00,000 രൂപ വരെ നൽകിയാണ് ഇത്തരത്തിലൊരു കോഴ്സ് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ ആസ്പയർ സ്കീമിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 3,000 രൂപ മുതൽ 5,000 രൂപ വരെ നൽകിയാൽ മതിയാകും. വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ ഒരു ട്രെയിനിങ് നേടാൻ സാധിക്കും. ഈ ഒരു ട്രെയിനിങ്ങിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. എങ്ങനെ ബിസിനസ് ആരംഭിക്കാം, അതുപോലെ തന്നെ ഒരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യാം, അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എങ്ങനെ നിയന്ത്രിക്കാം, മാർക്കറ്റ് എങ്ങനെ കണ്ടെത്താം, ഉൽപ്പന്നങ്ങൾ എവിടെ വിൽക്കാം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ട്രെയിനിങ് സെക്ഷനിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ അടിസ്ഥാന കാര്യങ്ങളെല്ലാം മുഴുവനായി പഠിച്ചതിന് ശേഷം നമ്മൾ ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ അത് വിജയിക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. ഇനി നമുക്ക് ഈ ഒരു ട്രെയിനിങ് എവിടെയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. ആസ്പയർ സ്കീം വഴി സർക്കാർ അംഗീകരിച്ച പല ട്രെയിനിങ് സെന്ററുകളും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ചില ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ KVIC, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി കമ്മീഷൻ, അതുപോലെ തന്നെ MSME ടൂൾ റൂം സെന്റേഴ്സ്, RSETI, റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്
എന്നിവിടങ്ങളിൽ നമുക്ക് പരിശീലനം നേടാവുന്നതാണ്. അത് മാത്രമല്ല ഓരോ ജില്ലകളിലും ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയും നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയെ കുറിച്ചുള്ള വിവരങ്ങൾ നേടാൻ സാധിക്കും. ട്രെയിനിങ് കാലാവധി നിങ്ങളുടെ ബിസിനസ് അനുസരിച്ച് മാറും. ചില ബിസിനസിന് കൂടുതൽ ട്രെയിനിങ് ആവശ്യം വരും, പക്ഷെ ചില ബിസിനസ്സുകൾക്ക് കുറഞ്ഞ കാലയളവിൽ ആ ഒരു ട്രെയിനിങ് അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ബിസിനസിനെ ആശ്രയിച്ചാണ് ആ ഒരു കാലാവധി വരുന്നത്. സാധാരണയായി ചെറിയ ബിസിനസ്സുകൾക്ക് ഏകദേശം 15 ദിവസം മുതൽ 30 ദിവസം വരെയാണ് ഈ ഒരു ട്രെയിനിങ് ലഭിക്കുന്നത്. ഈ ഒരു ആസ്പയർ സ്കീമിൽ ജോയിൻ ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ബെനിഫിറ്റ് ആണ് മെഷീൻസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മളൊരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് ആ ഒരു ബിസിനസിന് ആവശ്യമായ മെഷീനുകളും ഇൻഫ്രാസ്ട്രക്ചറും സെറ്റ് ചെയ്യുമ്പോഴാണ്. ചില ബിസിനസ്സുകൾക്ക് ഏകദേശം 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ആവശ്യമായി വരുന്നു. പക്ഷേ ആസ്പയർ സ്കീം വഴി കോമൺ ഫെസിലിറ്റി സെന്റർ എന്ന സംവിധാനത്തിലൂടെ മെഷീനുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, മറ്റ് സൗകര്യങ്ങൾ ഷെയർഡ് യൂസ് ആയി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് സ്വന്തമായി മെഷീൻസ് ഒന്നും തന്നെ വാങ്ങേണ്ടതില്ല, നിങ്ങൾക്ക് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആകെ നൽകേണ്ടത് ഇതിന്റെ മെയിന്റനൻസ് കോസ്റ്റ് മാത്രമാണ്. ഈ ഒരു പദ്ധതിയുടെ മൂന്നാമത്തെ ബെനിഫിറ്റ് ആയി നമ്മൾ നോക്കുന്നത് ബാങ്ക് ലോൺ സപ്പോർട്ട് ആണ്. ആസ്പയർ സ്കീമിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ആ ഒരു ട്രെയിനിങ് പൂർത്തിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് ആയി ലഭിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ബാങ്ക് ലോൺ നേടാൻ സാധിക്കും. ആസ്പയർ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ ഒരു പദ്ധതിയിലൂടെ ബാങ്ക് ലോൺ വളരെ എളുപ്പത്തിൽ നേടാൻ കഴിയും. അതായത് മുദ്ര ലോൺ, PMEGP ലോൺ എന്നിവയിലൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ ലോൺ നേടാൻ സാധിക്കും. PMEGP പദ്ധതിയുടെ സബ്സിഡി ഒരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണ്. ആ ഒരു ബിസിനസ് പ്രോജക്റ്റിന്റെ ചിലവ് ഏകദേശം 5 ലക്ഷം രൂപ വരികയാണെന്ന് കരുതുക. PMEGP സ്കീം പ്രകാരം നിങ്ങൾക്ക് ഏകദേശം 15% മുതൽ 35% വരെ സബ്സിഡി നേടാൻ സാധിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ 5 ലക്ഷം രൂപയുടെ പ്രോജക്റ്റിൽ നിങ്ങൾക്ക് ഏകദേശം 1.5 ലക്ഷം രൂപ വരെ സബ്സിഡിയായി ലാഭിക്കാൻ സാധിക്കും. ബാക്കിയുള്ള തുക നിങ്ങൾക്ക് ബാങ്ക് ലോണായി എടുക്കാവുന്നതാണ്. ആസ്പയർ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ലോൺ നേടാനും സാധിക്കും. ഇനി നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് റിയാലിറ്റി നോക്കുകയാണെങ്കിൽ, സാധാരണ രീതിയിൽ നമ്മൾ ഒരു ബിസിനസ് ലോൺ എടുക്കുകയാണെങ്കിൽ ഏകദേശം 12% മുതൽ 14% വരെ പലിശ നൽകേണ്ടതുണ്ട്. പക്ഷേ ആസ്പയർ സ്കീമുമായി ബന്ധപ്പെട്ട് നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ ഏകദേശം 8% മുതൽ 10% വരെയുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഗ്രാമങ്ങളിൽ തുടങ്ങാൻ സാധിക്കുന്ന ബിസിനസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആസ്പയർ സ്കീം ഗ്രാമങ്ങളിൽ ഏറ്റവും അനുയോജ്യമായ ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിന് ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുഡ് പ്രോസസിംഗ്, അച്ചാർ, പപ്പടം, മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. മഷ്റൂം ഫാമിംഗ്, മിൽക്ക് പ്രോസസിംഗ്, ഹാൻഡ്ലൂം പ്രോഡക്ട്സ്, വാല്യൂ അഡിഷൻ ബിസിനസ്, അതുപോലെ തന്നെ പാക്കിംഗ് ആൻഡ് ബ്രാൻഡിംഗ് ബിസിനസ്. ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ നമ്മളുടെ ഗ്രാമങ്ങളിൽ തന്നെ ആരംഭിച്ച് നമുക്ക് സക്സസ്ഫുൾ ആയി ബിസിനസ് റൺ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ആസ്പയർ സ്കീം ഉപയോഗിച്ച് എങ്ങനെയാണ് ബിസിനസ് ആരംഭിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് കണ്ടെത്തുക. നിങ്ങൾക്ക് ഏത് തരം ബിസിനസ് ചെയ്യാനാണ് ഇഷ്ടം എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായി നിങ്ങൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്. നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ബിസിനസ് പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷം നിങ്ങൾ രണ്ടാമതായി ചെയ്യേണ്ട സ്റ്റെപ്പാണ് നിങ്ങളുടെ സമീപത്തുള്ള ആസ്പയർ ട്രെയിനിങ് സെന്ററിലേക്ക് സമീപിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പാണ് മെന്ററിന്റെ സഹായത്തോടെ നിങ്ങളുടെ ബിസിനസ് പ്ലാൻ തയ്യാറാക്കുക. നിങ്ങൾ ഏത് ബിസിനസ് ആണ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ അത് ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആസ്പയർ സെന്ററിൽ വന്നതിന് ശേഷം അവിടുത്തെ മെന്ററുമായി നിങ്ങൾക്ക് കൃത്യമായ ഒരു ബിസിനസ് മോഡൽ തയ്യാറാക്കാൻ സാധിക്കും. നാലാമത്തെ സ്റ്റെപ്പാണ് ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്യുക. PMEGP വഴിയോ അല്ലെങ്കിൽ മുദ്ര ലോൺ വഴിയോ നിങ്ങൾക്ക് ലോണിന് അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. 18 വയസ്സ് കഴിഞ്ഞ ഇന്ത്യൻ പൗരനായുള്ള വ്യക്തികൾക്ക് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ ഇതൊന്നും ഇവിടെ പ്രശ്നമായി വരുന്നില്ല. നിങ്ങൾക്ക് 18 വയസ്സ് കഴിഞ്ഞ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഫാമിലി ബിസിനസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാൻ ആവശ്യമായ രേഖകൾ, ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്ക് കോപ്പി എന്നിവ സമർപ്പിച്ച് നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ആസ്പയർ സ്കീമിനെ കുറിച്ച് ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ aspire.msme.gov.in എന്ന
എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി പരിശോധിക്കാവുന്നതാണ്. ആ ഒരു വെബ്സൈറ്റിൽ കയറി എല്ലാ കാര്യങ്ങളും വിശദമായി വായിച്ചതിന് ശേഷം മാത്രം ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ആസ്പിയർ സ്കീം എന്താണ്, ആർക്കൊക്കെയാണ് ഇതിലൂടെ ബെനിഫിറ്റ്സ് നേടാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഗ്രാമത്തിൽ തന്നെ നമുക്ക് ബിസിനസ് ആരംഭിക്കാൻ കഴിയുന്നത്, നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ലോൺ എടുക്കാൻ സാധിക്കുന്നത് എന്നിങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷവും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസ്പിയർ സ്കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി എല്ലാം കൃത്യമായി വായിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും താഴെ കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.